പിന്നെ നമ്മൾ എല്ലാ സമയത്തും ഞാൻ കേട്ടിട്ടുണ്ട് ആൾക്കാർ പറയണത് ഒരു മാരേജ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്, ഞാൻ മാരേജ് എന്ന് തന്നെ പറയണില്ല, അത് 2 പേര് മാത്രം തമ്മിലുള്ള ഒരു ബിസിനസ്സാണ് എന്ന് പറയാറുണ്ട്. പക്ഷേ ഇന്ത്യൻ കൾച്ചറിൽ അത് എത്രത്തോളം പോസിബിളാണ് ഇന്നും, അല്ലെങ്കിൽ എത്രത്തോളം അത് 2 പേര് മാത്രമുള്ളതാണ്? ഐ ഓൾവേസ് ഫെൽറ്റ് ദറ്റ് ഇറ്റ്സ് അബൌട്ട് 2 ഫാമിലീസ് ഓൾസോ എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. ആം, അത് എങ്ങനെയാണ് അത്? ആ ഓക്കെ, നമ്മുടെ പറഞ്ഞത് വളരെ കറക്റ്റാണ് കേട്ടോ. നമ്മുടെ ഒരു കൾച്ചറിൽ നമ്മളെപ്പോഴും ഒരു പാർട്ട്ണർ ചൂസ് ചെയ്യുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമാവോ, ഉം, എല്ലാ കുടുംബത്തിനും ബാക്കി എല്ലാവരും ആലോചിച്ചില്ലെങ്കിലും പാരൻസിനെങ്കിലും ഓക്കെ ആവുമോ എന്നുള്ളൊരു തോട്ടൊക്കെ നമുക്ക് എപ്പോഴും അത് അങ്ങനെയാണ് വരാറുള്ളത് എന്നുള്ളൊരു സാധനമുണ്ട്. പക്ഷേ പാർട്ട്നേഴ്സിനെ ചൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഫാമിലീസിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാനും പറ്റില്ല. പലപ്പോഴും നമ്മളുടെ ഒരു ഇമോഷണൽ സപ്പോർട്ടും നമ്മൾക്ക് കുറേ പല രീതിയിലുള്ള നെഗറ്റീവായിട്ട് ഞാൻ പറയല്ല, പക്ഷെ പല രീതിയിലുള്ള ഡിപ്പെൻഡൻസി പാരൻസുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ക്ലോസ് റിലേഷൻഷിപ്സുമായിട്ടൊക്കെ ഉണ്ടാവാറുണ്ട് ഫാമിലിക്കകത്ത്. മേ ബി ഡിസിഷൻ മേക്കിങ്ങിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ കരിയർ, നമ്മളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻസ്, പല കാര്യങ്ങളിലും ഉണ്ടാവാറുണ്ട്. സോ ആഫ്റ്റർ മാരേജ് വരുമ്പോൾ ഒരാളും കൂടി വരികയാണ്. അപ്പോൾ അതൊരു ആ 2 പേരുള്ളത് ഒരു യൂണിറ്റ് ആണോ അല്ലെങ്കിൽ ഒരു ന്യൂ ഫാമിലി ആണോ എന്നുള്ളത് പലപ്പോഴും കപ്പിൾസിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാറില്ല. അവർക്ക് വിചാരിച്ചു വെക്കുന്നത് എൻ്റെ ഫാമിലിയിലേക്ക് ഒരാളെ കൊണ്ടുവന്നിട്ട് നമ്മളൊരു ഫാമിലി ആയി എന്നുള്ളതാണ്. അതല്ല, അല്ല. ഒരു ഫാമിലി ഉണ്ട്, ആ, ഞാനും എൻ്റെ പാർട്ട്ണറും പുതിയ ഫാമിലി തുടങ്ങുന്നുണ്ട്. yeah. പക്ഷേ ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഫുള്ളി സെപ്പറേറ്റ് ആയിട്ട് അവരുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ ഞങ്ങളൊരു യൂണിറ്റ് പറഞ്ഞ് എല്ലാവരുടെ അടുത്തു നിന്ന് ഐസൊലേറ്റ് ചെയ്ത് ഹൈജാക്ക് ചെയ്ത് കൊണ്ടുവന്ന പരിപാടിയൊന്നും അല്ല. പക്ഷേ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള റൂൾസ് വേണം, ഉം, ബൗണ്ടറീസ് വേണം, ഉം, ഇവരുടേതായിട്ടുള്ള പ്ലാൻസ് വേണം. അത് ഇവരുടെ രണ്ടാളുടെ ഇഷ്ടത്തിന് പ്രയോറിറ്റൈസ് ചെയ്തിട്ടുള്ളതാവണം. ഉം, അതല്ലാതെ ഈ പറഞ്ഞ പോലെ ഇങ്ങോട്ടേക്ക് ഒരാളെ കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ എല്ലാ റൂൾസിലേക്കും അയാൾ ഫിറ്റ് ഇൻ ചെയ്യുന്നത് പോലെ ആവണം എന്നുള്ളൊരു പ്രഷർ വരുമ്പോൾ ഇന്നത്തെ കാലത്ത് അത് കുറച്ച് ആളുകൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു സാഹചര്യം അതിനകത്ത് ഉണ്ട്. ഉണ്ട്. എസ്പെഷ്യലി എന്താണെന്ന് വെച്ചാൽ ഈ ബൗണ്ടറീസ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഉം. ചില അതിർവരമ്പുകൾ നമ്മൾ സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട്. ഉണ്ട്. അതായത് എസ്പെഷ്യലി ഡിസിഷൻ മേക്കിംഗ്, ഇപ്പോൾ എവിടെ പോകുന്നു, എപ്പോൾ പോകുന്നു, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. അല്ലെങ്കിൽ ഡ്രസ്സിങ്, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ പ്ലാനിങ്, ഇതിലൊക്കെ ഇവർക്ക് 2 പേർക്കും സ്വന്തമായിട്ടുള്ളൊരു ഡിസിഷൻ ഉണ്ടാവാം. എന്നിട്ട് നമുക്ക് ഒപ്പീനിയൻ ചോദിക്കാം വീട്ടിലൊക്കെ. പക്ഷെ ആ ഡിസിഷൻ നമുക്ക് വേണ്ടിയിട്ട് അവരെടുത്ത് തരുന്നത് പോലെ ആവാൻ പാടില്ല, അല്ലേ? നമ്മൾക്ക് ഫാമിലിയും നമ്മുടെ പാരൻസും ഒക്കെ കൂടെയുള്ളത് നല്ലതാണ്. നമുക്ക് അവരുടെ ആ ലൈഫ് എക്സ്പീരിയൻസും അതിൽ നിന്ന് എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ടെങ്കിൽ നമുക്കത് പിക്ക് ചെയ്യാം, ഒപ്പീനിയൻ ചോദിക്കാം. ഈവൻ കുട്ടികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഗ്രാൻഡ് പാരൻസ് ഒക്കെ കൂടെ ഉണ്ടെന്ന് പറയുന്നത് കുട്ടികൾക്ക് എപ്പോഴും ഇമോഷണലി അവൈലബിൾ ആയിട്ടുള്ള ആളുകൾ ചുറ്റും ഉണ്ടാവുക പറയുന്ന കുട്ടിയുടെയൊക്കെ ഗ്രോത്തിന് ഭയങ്കര ഹെൽപ്പ് ചെയ്യും, യെസ്. അല്ലേ? ഇപ്പോൾ നല്ല യൂണിറ്റിൽ നിൽക്കുന്ന ഒരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ട്രാവൽ നീഡ്സോ വേറെ എന്തെങ്കിലും കൺസേൺസോ ഹെൽത്ത് കൺസേണോ ഒക്കെ വന്നു കഴിഞ്ഞാൽ കൂടെ ആളുണ്ട് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. പക്ഷെ എല്ലാ വീടുകളിലും ആ ഡൈനാമിക്സ് അല്ല. സോ അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്യരുത്. അതായത് ആ ഫാമിലിയായിട്ട് വളരെ സിങ്ക് ഇൻ ചെയ്ത് നിന്നാൽ മാത്രമേ ആ ലൈഫിലേക്ക് കടന്നു വരുന്ന ആളുകൾ നല്ലതാവുള്ളൂ എന്നുള്ളത്. പലപ്പോഴും അത് ആ വരുന്ന ആളുടെ പ്രശ്നം കൊണ്ടാണ് ഈ കുടുംബം പിരിഞ്ഞത് എന്നുള്ള രൂപത്തിലുള്ള അത് വളരെ കോമൺ ആയിട്ട് വരാറുള്ളൊരു കംപ്ലൈൻ്റ് ആണ്. ഞാൻ പലപ്പോഴും ഞാനിപ്പോൾ ഈ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ ഫീൽ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ പലപ്പോഴും ആണുങ്ങൾക്ക് അറിയില്ല എങ്ങനെയാണ് ഒരു സ്റ്റാൻഡ് എടുക്കേണ്ടതെന്നുള്ളത്. കാരണം അവരുടെ അത്രയും കാലത്തെ ഇമോഷണൽ നീഡ്സും എല്ലാ ഡിസിഷൻ മേക്കിങ്ങിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള അമ്മയോ, മോസ്റ്റ്ലി ആൺകുട്ടികളുടെ കാര്യത്തിൽ അമ്മമാരാണ്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഫാമിലിനെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്നത് അച്ഛനാണെങ്കിൽ അച്ഛനായിരിക്കാം. അപ്പോൾ ഈ ആളുകളുടെ ഡിസിഷന് പാർട്ട്ണറേക്കാൾ പ്രയോറിറ്റി കൊടുത്തു പോകുമ്പോൾ അമ്മയാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നത് അല്ലെങ്കിൽ അച്ഛനാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നതെന്ന് പറയുമ്പോൾ അതെല്ലാ പാർട്ട്നേഴ്സിനും ഓക്കെ ആവണമെന്നില്ല. കാരണം അവരുടെ ഫാമിലിയിൽ അങ്ങനെ ആവണമെന്നില്ല. അവർക്ക് ഇൻഡിപെൻഡൻസ് ഉണ്ടാവാം, ഇൻഡിപെൻഡൻറ്റ് ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാവാം, ഡിസഗ്രിമെൻറ്റ്സ് ഉണ്ടാവാം. ബട്ട് ആ ഡിഫറെൻ്റ് ഒപ്പീനിയനെ റെസ്പെക്റ്റ് ചെയ്യുന്ന പാരൻസ് ആവാം. അപ്പോൾ ഇതൊക്കെ ഒരു മോശം ക്യാരക്ടറാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഫാമിലി ഉള്ളത് നല്ലതാണ്, പക്ഷേ എവിടെ ഇൻവോൾവ് ആവണം, എവിടെ സ്പേസ് കൊടുക്കണം, എത്രത്തോളം അവരുടെ സ്പേസിലേക്ക് നമുക്ക് ഇൻട്രൂഡ് ചെയ്യാം, ഇതൊക്കെ ഒന്ന്
നോക്കിയിരുന്നാൽ ഫാമിലി ഉള്ളത് നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ യൂണിറ്റ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറയുന്ന ഒരു ഫാമിലി ആണെന്നുള്ള ബോധ്യം ബോത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫിന് വേണം. ചിലപ്പോൾ ഇത് പറയുന്ന കൂട്ടത്തിൽ പറയാട്ടോ, ഈ പാരൻസിനെയും പാർട്ട്ണറിനെയും അങ്ങോട്ട് സിങ്ക് ആക്കാൻ വേണ്ടിയിട്ട് ഇവരിടുന്ന ഒരു ഇഷ്ടപ്പെടും ചില ആൾക്കാരല്ലേ. ഒരു 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 അത് എന്താ പറയുക, അവരെ മാത്രം വീട്ടിലാക്കിയിട്ട് പോവുക, ഇവരെങ്ങോട്ടേലും മാറി നിൽക്കുക, അല്ലെങ്കിൽ രണ്ട് കൂട്ടരെടുത്തും മിണ്ടാതിരിക്കുക, നിങ്ങളായിട്ട് എന്തെങ്കിലും പറഞ്ഞ് തീർക്കുന്നിട്ടേ ഞാൻ അതിൽ ഇൻവോൾവ് ആവുള്ളൂ എന്ന് പറയുക. ഇങ്ങനെ അതായത് ചിലപ്പോൾ സെപ്പറേറ്റ് വേറെ വേറെ വീടുകളിൽ നിന്ന് കഴിഞ്ഞാലോ ഒക്കെ ശരിയാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് പറ്റില്ല, എല്ലാവരും ഒരു വീട്ടിൽ തന്നെ ജീവിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്ത് ചിലയിടത്ത് വിട്ടു നിൽക്കുന്നതായിരിക്കും നല്ലത്. ഒക്കേഷണലി കാണുമ്പോൾ നമുക്ക് ഈ പറയുന്ന പ്രൈവസി പ്രശ്നമോ ബൗണ്ടറി പ്രശ്നമോ ഒന്നും ഉണ്ടാവില്ല. ഒരു ഫോർമലി നമുക്ക് വേറെ പ്രശ്നമൊക്കെ ഇഷ്ടക്കേടുകൾ വരാനുള്ള ചാൻസസ് കുറവല്ലേ. അതെ 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 അത് വരാതെ നോക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഒരേ സ്പേസിലിട്ടിട്ട് ഇവർ തമ്മിൽ അടിച്ചാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഒന്നാവട്ടെ എന്നിട്ട് നമുക്കൊരു ഫാമിലി ആയിട്ട് പോകാമെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ അടുത്ത് നിന്ന് ഡിറ്റാച്ച്ഡ് ആവും. കാരണം അവർക്കൊരു സേഫ്റ്റിയും ഒരു ഈ പ്രൊവൈഡ് ചെയ്യാന്ന് പറയണതിൽ സേഫ്റ്റി, ഇമോഷണൽ സെക്യൂരിറ്റി ഇതൊന്നും പ്രൊവൈഡ് ചെയ്യണില്ല. അവരെ വൾണറബിൾ ആയിട്ട് അവിടെ ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ പോകുമ്പോൾ ഒരു നെഗറ്റീവ് പേഴ്സണായിട്ടേ അവർക്ക് നിങ്ങൾ അവരുടെ ലൈഫിൽ ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. ഒരിക്കലും നിങ്ങൾ കല്യാണം കഴിച്ചു എന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ഇഷ്ടമൊന്നും വരാൻ പോണില്ല. ഇത് എസ്പെഷ്യലി ഈവൻ മാരേജിൻ്റെ സമയത്തൊക്കെ പല ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ ഇങ്ങനെ ഒരുപാട് പാരൻസ് ഒക്കെ ഇൻവോൾവ് ആകുമ്പോൾ കല്യാണം തുടങ്ങുന്ന സമയത്ത് തന്നെ വളരെ പ്രയാസമായിട്ട് ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ പിന്നെ അവിടെ ഇങ്ങനെ നമ്മളിങ്ങനെ അങ്ങനെ അങ്ങനെ ചെറിയ 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 കുരങ്ങളായിട്ട് ഇങ്ങനെ വന്നു ബുദ്ധിമുട്ടാവുന്ന ഒരുപാട് പേരെ കാണാറുണ്ട്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാട്ടോ. ഇപ്പോൾ ഒരു കപ്പിൾ നോക്കിയാൽ ഒരാളുടെ പാരൻസ് വളരെ സപ്പോർട്ടീവും അണ്ടർസ്റ്റാൻഡിങ്ങും ഫ്ലെക്സിബിളും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരെ വിചാരിക്കും. ആൻഡ് മറ്റേ ആളുടെ ഫാമിലിയിൽ അങ്ങനെയല്ല വിചാരിക്കും. എല്ലാത്തിലും അഭിപ്രായം പറയുന്നു, എല്ലാത്തിലും ഡിസിഷൻ മേക്കിങ്ങിൽ ഇൻവോൾവ് ആവാൻ വരുന്നു. അതായത് ഇങ്ങനെ എങ്ങനെയാ പറയുക, ആവശ്യമില്ലാത്തടത്തൊക്കെ കയറി അഭിപ്രായം പറയുന്ന അല്ലെങ്കിൽ ഡിമാൻഡ്സ് വെക്കുന്ന ആളുകളെ വിചാരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഇടയിൽ ഇവരെയൊക്കെ എത്രത്തോളം ഇൻവോൾവ് ചെയ്യിക്കണം വേണ്ട എന്നുള്ളൊരു ധാരണയായിട്ട് വേണം ഇവരൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പരിപാടികളിലേക്ക് പോവാൻ. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഇടയിൽ ധാരണയില്ലാതെ എൻ്റെ പേരൻസ് ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് അവർ ഇരുന്നാലും കുഴപ്പമില്ല, നിങ്ങളുടെ വീട്ടുകാർ അങ്ങനെയൊന്നും അല്ലാത്തതുകൊണ്ടല്ലേ അവരെ നമ്മൾ കൂട്ടണ്ടെന്ന് പറയണത്. അങ്ങനെ വന്നു കഴിഞ്ഞാലും മറ്റേ ആൾക്ക് അറിയാം എൻ്റെ പേരൻസ് അത്ര സപ്പോർട്ടീവ് അല്ല, പ്രശ്നമാണ് എന്നുള്ളത്. എന്നാൽ അത് അപ്പുറത്തുനിന്ന് കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് അത് എവിഡൻ്റ് ആവുമ്പോൾ അയാളെ അത് ഇമോഷണലി ഹേർട്ട് ചെയ്യും. സോ ഇതിനെ പറ്റിയൊക്കെ സംസാരിക്കുക, എന്നിട്ട് നിങ്ങളുടെ ഇടയിൽ ഡിസൈഡ് ചെയ്യും, എന്നിട്ടത് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യേ. അല്ലാതെ ഊഹിച്ചും അത് കുഴപ്പമുണ്ടാവില്ല, ഇതങ്ങനെ ആയിക്കോളും, അത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും, ഇവരെ മാനേജ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഇവർ വന്നോട്ടെ, അവരെ മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവർ വരണ്ട, ഇതൊക്കെ എങ്ങനെയാണ് ഫീൽ ആവുമെന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല.